ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിലെ 6th വീഡിയോയിലേക്കാണ് പോകുന്നത്. 6ാമത്തെ വീഡിയോ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദി ഡിഫറൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. ദി സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 70 and their product is 1200. Find the product when each number is first part reduced by 1, second part reduced by 2, third part reduced by 1 by 2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതാണ് സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 70. അപ്പോൾ ലെറ്റ് ദി നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ എന്നെടുക്കാം. ലെറ്റ് ടു നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 70 എന്നും എക്സ് വൈ ഈക്വൽ ടു 1200 ഇത്രയും നമുക്ക് തന്നിരിക്കുകയാണ്. It is given that xy equal to 1200 and x plus y equal to 70. രണ്ട് സംഖ്യകളുടെ സം 70 എന്നും പ്രോഡക്റ്റ് 1200 എന്നും തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസ്, വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് വെൻ ഈച്ച് നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 1? ഓരോ നമ്പറും ഒന്ന് വീതം കുറഞ്ഞാൽ വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? അപ്പോൾ അവിടെ നോക്കിക്കേ, നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എങ്ങനെയാ പറയാ? ഓരോ നമ്പറും ഒന്ന് വീതം കുറയാ. ഫസ്റ്റ് പാർട്ട് നമുക്ക് എക്സ് എന്നുള്ള എക്സ് മൈനസ് 1 ആവും, y എന്നുള്ള y മൈനസ് 1 ആവും. അപ്പൊ x മൈനസ് 1ഉം y മൈനസ് 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താണെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കിയാൽ x മൈനസ് 1 ഇൻറ്റു y മൈനസ് 1 നമ്മളിപ്പോ പഠിച്ചു പ്രോഡക്റ്റ് ഓഫ് ദി ഡിഫറൻസ്. അപ്പൊ അതുപോലെ x ഇൻറ്റു y എക്സ് വൈ, പിന്നെ x ഇൻറ്റു 1 മൈനസ് എക്സ്, മൈനസ് 1 ഇൻറ്റു y മൈനസ് വൈ, മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1. അതായത് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എഴുതാം. അതായത് ഈ മൈനസ് എക്സും വൈയും കുറയ്ക്കാന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ കുറച്ചാൽ മതി. എക്സ് കുറയ്ക്കുക, വൈ കുറയ്ക്കുക. എക്സ് ഈസ് സബ്ട്രാക്റ്റഡ്, വൈ ഈസ് സബ്ട്രാക്റ്റഡ്, ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഈസ് സബ്ട്രാക്റ്റഡ്. അപ്പൊ എക്സ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ദെൻ 1 ഈസ് ആഡഡ്. അപ്പൊ നോക്കിയേ, എക്സ് വൈ എത്രയാണെന്ന് അറിയാം, 1200. എക്സ് പ്ലസ് വൈ അറിയാം 70. അപ്പോ 1200 മൈനസ് 70 പ്ലസ് 1. അപ്പോൾ 1200 നിന്ന് 70 കുറച്ചിട്ട് 1 ആഡ് ചെയ്യുക. 1200 നിന്ന് 70 കുറച്ചാൽ 1130 പ്ലസ് 1 കൂടി വരുമ്പോൾ 1131. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഓരോ നമ്പറും ഒന്ന് വീതം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1131 ആണ്. സെക്കൻഡ് പാർട്ടോ, ഈച്ച് നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 2. ഓരോ സംഖ്യ 2 വീതം കുറഞ്ഞാൽ വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ് 2 കുറഞ്ഞു, വൈയും 2 കുറഞ്ഞു. അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് ഇൻറ്റു വൈ അറിയാം, എക്സ് പ്ലസ് വൈ അറിയാം. നമ്മളോട് കാണാൻ പറഞ്ഞത് അതിനേക്കാൾ 2 കുറവായ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2. ഇത് മൾട്ടിപ്ലൈ എന്ത് കിട്ടും നോക്കിയേ, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 2 മൈനസ് 2x മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2y, അതുപോലെ മൈനസ് 2 ഇൻറ്റു മൈനസ് 2 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2. അപ്പൊ എക്സ് വൈ മൈനസ് 2x മൈനസ് 2y പ്ലസ് 2 ഇൻറ്റു 2. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്നുള്ള ഐഡന്റിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ നോക്കിയേ, ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇതിനകത്തുനിന്ന് മൈനസ് 2x കുറയ്ക്കുക, മൈനസ് 2y കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആഡ് ചെയ്തിട്ട് അതിന്റെ ട്വൈസ് അല്ലെങ്കിൽ മൈനസ് 2 കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു എന്ന് പറയാം. മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സബ്ട്രാക്ട് ചെയ്താൽ മതി. പ്ലസ് 4 എഴുതും. സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. എക്സ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ഈ 2 ടേമിന് ചേർത്ത് എഴുതിയതാണ്. പ്ലസ് 2 ഇൻറ്റു 2 4. അപ്പോൾ എക്സ് വൈ അറിയാം, എക്സ് പ്ലസ് വൈ അറിയാം. എക്സ് വൈയുടെ സ്ഥാനത്ത് 1200 ആണ്. അതുപോലെ എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് 70 ആണ്. അപ്പോൾ 1200 മൈനസ് 2 ഇൻറ്റു 70 പ്ലസ് 4. അപ്പോൾ 1200 മൈനസ് 2 ഇൻറ്റു 70 140 പ്ലസ് 4 ആണ്. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ, 1200 നിന്ന് 140 കുറയ്ക്കുക, അപ്പൊ 1060 കിട്ടും. 1060 4 കൂട്ടുക, 1064. അപ്പോൾ ആൻസർ 1064 ആയ തന്നിരിക്കുന്ന സംഖ്യകളെക്കാൾ 2 കുറഞ്ഞ സംഖ്യകളുടെ പ്രോഡക്റ്റ് 1064 ആണ്. ക്ലിയർ ആയല്ലോ. അതിനൊരു പാർട്ട് കൂടിയുണ്ട്. എന്താണ്? ഇഫ് ഈച്ച് നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ഹാഫ് കുറഞ്ഞു, വൈയും ഹാഫ് കുറഞ്ഞു. അപ്പൊ എക്സ് മൈനസ് ഹാഫ് ഇൻറ്റു വൈ മൈനസ് ഹാഫ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിൽ നിന്ന് ഹാഫ് കുറഞ്ഞതും വൈയിൽ നിന്ന് ഹാഫ് കുറഞ്ഞതും, രണ്ടിൽ നിന്നും അര വീതം കുറച്ച് കിട്ടുന്ന പ്രോഡക്റ്റ്.
അപ്പൊ നോക്കി എക്സ് മൈനസ് ഹാഫ് ഇൻറ്റു വൈ മൈനസ് ഹാഫിനെ ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ എഴുതാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, പിന്നെ മൈനസ് ഹാഫ് വൈയും മൈനസ് ഹാഫ് എക്സും കേട്ടോ. മൈനസ് ഹാഫ് എക്സ് മൈനസ് ഹാഫ് വൈ, പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ്. അപ്പൊ എന്തൊക്കെ വന്നു? എക്സ് ഇൻറ്റു വൈ മൈനസ് ഹാഫ് എക്സ് മൈനസ് ഹാഫ് വൈ പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്തപോലെ ഇവിടെ 2 വെളിയിലെടുത്തില്ലേ, അതുപോലെ ഇവിടെ ഹാഫ് വെളിയിലെടുക്കാം. അപ്പൊ എക്സ് വൈ മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇത് മൈനസ് രണ്ടും വെളിയിലാണ്, ബാക്കി എക്സ് പ്ലസ് വൈ അകത്ത് വരും എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് എക്സും മൈനസ് ഹാഫ് വൈയും കൂടി സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എക്സ് വൈ അറിയാം 1200 മൈനസ് ഹാഫ് ഇൻറ്റു 70 എക്സ് പ്ലസ് വൈ 70 ആണ്, പ്ലസ് 1/4 എന്ന് കിട്ടും. അപ്പോൾ 1200 നിന്ന് ഹാഫ് ഓഫ് 70 എത്രയാ? 35 കുറയ്ക്കുക. അപ്പോൾ 1200 നിന്ന് 35 കുറച്ചിട്ട് 1/4 ആഡ് ചെയ്യുക. അപ്പോൾ 1165 ആൻഡ് 1/4 എന്ന് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. വേറൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ദി perimeter of a rectangle is 40 centimeter and the area is 70 centimeters square. Find the area of the rectangle with each side 3 centimeter shorter. അപ്പൊ ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണല്ലോ. പെരിമീറ്റർ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററുമായിട്ടാണ് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അപ്പൊ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ആണെങ്കിൽ എങ്ങനെയാ? റെക്ടാങ്കിൾ ആകുമ്പോൾ 2 ലെങ്ത് ഉണ്ടാവും, 2 ബ്രെഡ്ത്ത് ഉണ്ടാവും. അപ്പൊ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തതിന്റെ ട്വൈസ് ആണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പോ ലെങ്ത് പി എന്നെടുത്തു, ബ്രെഡ്ത്ത് ക്യൂ എന്നെടുത്തു. ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് എക്സോ വൈയോ പിയോ ക്യൂോ എന്ത് വേണമെങ്കിലും എടുക്കാം. ബാക്കി എടുത്തുന്നുള്ളൂ. ലെങ്ത് ഈസ് ഈക്വൽ ടു പി, ബ്രെഡ്ത്ത് ഈക്വൽ ടു ക്യൂ. അപ്പൊ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. ദാറ്റ് ഈസ് 40 തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പി പ്ലസ് ക്യൂ. 2 ഇൻറ്റു പി പ്ലസ് ക്യൂ 40 ആകുമ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 40യുടെ ഹാഫ് 20 ആയിരിക്കും. അപ്പോൾ പിയും ക്യൂ ലെങ്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ 20. ഏരിയ എന്ന് പറഞ്ഞാൽ 70. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, പി ഇൻറ്റു ക്യൂ. അപ്പൊ പി ക്യൂ എന്ന് പറയുന്നത് 70. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലം പോലെ അതിൽ നോക്കിയേ, പി പ്ലസ് ക്യൂ 20, പി ക്യൂ 70. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ടർ. ഓരോ സൈഡ് 3 സെന്റിമീറ്റർ കുറയ്ക്കുക. അപ്പൊ ലെങ്ത് പി എന്നത് പി മൈനസ് 3 ആവും, ബ്രെഡ്ത്ത് ക്യൂ എന്നത് ക്യൂ മൈനസ് 3 ആവും. അപ്പോ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പി മൈനസ് 3 ഇൻറ്റു ക്യൂ മൈനസ് 3. അതായത് ലെങ്തും 3 കുറച്ചു, ബ്രെഡ്ത്തും 3 കുറച്ചു. അപ്പൊ പി മൈനസ് 3 ഇൻറ്റു ക്യൂ മൈനസ് 3 ആണ് പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ. അത് മൾട്ടിപ്ലൈ നോക്കാം. പി ഇൻറ്റു ക്യൂ, പി ക്യൂ മൈനസ് P into 3, 3P minus 3 into Q minus 3Q plus 3 into 3. When each side 3 centimeter shorter, area is equal to P minus 3 into Q minus 3. That is PQ minus 3P minus 3Q plus 3 into 3. That is simplify PQ minus E minus 3 രണ്ടിനും കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. minus 3 into P plus Q plus 3 into 3 9. ഇങ്ങനെ എഴുതാം. അതായത് പി ക്യൂ മൈനസ് 3 ഇൻറ്റു പി പ്ലസ് ക്യൂ. മൈനസ് 3 ഇൻറ്റു പി പ്ലസ് ക്യൂ ആണ് മൈനസ് 3P മൈനസ് 3Q വന്നത്. പ്ലസ് 9. ഇവിടെ പി പ്ലസ് ക്യൂ എന്താണെന്ന് നമുക്കറിയാം. പി പ്ലസ് ക്യൂ 20 ആണ്. പി ക്യൂ എന്താണെന്ന് അറിയാം 70. അപ്പൊ 70 മൈനസ് 3 ഇൻറ്റു 20 പ്ലസ് 9. അപ്പൊ എന്താ കിട്ടി? 70 മൈനസ് 3 ഇൻറ്റു 20 എന്ന് 60 ആണ്, പ്ലസ് 9. അപ്പൊ എന്ത് കിട്ടി? 70 60 കുറച്ചാൽ 10, 10 പ്ലസ് 9 19 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ വെൻ ഈച്ച് സൈഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 3 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ. ഇഫ് ദി സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 meter, the area would be 741 meters square. If increased by 1 meter, it would be 861 meters square. What is its area? What is its perimeter? What are the length and breadth? That's the question. അപ്പോൾ നമുക്ക് സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1, 1 മീറ്റർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഏരിയ ആണ് 741. നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ബി എക്സ് ആൻഡ് വൈ എന്നെടുക്കാം.
ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് എക്സ്, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് വൈ. അപ്പൊ ഏരിയ എന്തായിരിക്കും? എക്സ് ഇൻറ്റു വൈ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? when each side is decrease, അതായത് ലെങ്തും 1 മീറ്റർ കുറഞ്ഞു, ബ്രെഡ്ത്തും 1 മീറ്റർ കുറയുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ആയിരിക്കും ഏരിയ. അതാണ് 741 എന്ന് തന്നിരിക്കുന്നത്. അതായത് ഓരോ വശവും 1 മീറ്റർ കുറയ്ക്കുമ്പോൾ ഏരിയ 741 ആകും. അപ്പൊ എക്സിൽ നിന്ന് 1 കുറച്ചു, വൈയിൽ നിന്ന് 1 കുറച്ചു. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ ബ്രെഡ്ത്താണ്. അപ്പൊ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് പറയുന്നത് 741. അത് സിംപ്ലിഫൈ നോക്കാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 നെഗറ്റീവ് എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ നെഗറ്റീവ് വൈ, മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു 741. അപ്പൊ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 741. ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്താണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഒന്നും തന്നിട്ടുണ്ട്. എന്താണ്? when each side is increased by 1. അപ്പൊ ഇവിടെ ഓരോ സൈഡും 1 മീറ്റർ ഡിക്രീസ് ചെയ്തപ്പോഴുള്ള ഏരിയ ആണ് 741. ഓരോ സൈഡും 1 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോഴുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. അതാണ് 861 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 861 സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 861. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ, അതായത് ഏരിയ ഓഫ് ദി ഒറിജിനൽ റെക്ടാംഗിൾ. ഇത് 1 മീറ്റർ കുറയുമ്പോഴും 1 മീറ്റർ കൂടുമ്പോഴുള്ള ഏരിയകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഏരിയ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എക്സ് വൈ. അപ്പൊ അതിനൊരു എളുപ്പവഴി എന്താന്ന് നോക്കിയാൽ ഈ രണ്ട് ഇക്വേഷൻ 1ഉം 2ഉം കൂടി അങ്ങനെ ആഡ് ചെയ്താൽ മൈനസ് എക്സും പ്ലസ് എക്സ് 0 ആവും, മൈനസ് വൈയും പ്ലസ് വൈ 0 ആവും. എക്സ് വൈ എക്സ് വൈയും കൂടി ആഡ് ചെയ്താൽ 2xy വരും. അപ്പൊ 2xy പ്ലസ് 1 പ്ലസ് 1 2 ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴോ 1602. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ 2 ടൈംസ് എക്സ് വൈ എന്ന് പറയാം 2 ടൈംസ് ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ പ്ലസ് 2 ഗീവ്സ് 1602. അപ്പൊ എക്സ് വൈ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാലോ. 2xy എന്ന് പറയുന്നത് പ്ലസ് 2നെ അപ്പുറത്ത് ഉണ്ടായാൽ മതി. അപ്പൊ 1602 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 2xy എന്ന് പറഞ്ഞാൽ 1600 ആയിരിക്കും. കാരണം 2xy പ്ലസ് 2 ആണ് 1602. അപ്പൊ 2xy ഈക്വൽ ടു 1600. അതിൽ നിന്ന് xy എന്ന് പറയുന്നതിന്റെ ഹാഫ് എടുത്താൽ മതി. കാരണം 2xy എന്ന് പറയുന്നതിന്റെ ഹാഫ് ആണ് xy. ദാറ്റ് ഈസ് 1600 by 2, that is 800. That is area of the rectangle is 800. ഫസ്റ്റ് പാർട്ട് ആയല്ലോ. വാട്ട് ഈസ് ദി ഏരിയ എന്നായിരുന്നു? ഏരിയ ഈസ് ഈക്വൽ ടു 800 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒറിജിനൽ റെക്ടാംഗിളിന്റെ ഏരിയ 800 മീറ്റർ സ്ക്വയർ ആയിരുന്നു. ലെങ്ത് എടുത്ത് ഓരോ മീറ്റർ കുറഞ്ഞപ്പോഴുള്ള ഏരിയ ആണ് 741, ഓരോ മീറ്റർ കൂടിയപ്പോഴുള്ള ഏരിയ ആണ് 861. അപ്പോൾ ആ രണ്ട് കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ 800 എന്ന് കിട്ടി. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുന്നത് എക്സും ബെർത്തും ആണ്, വൈയും ആണല്ലോ ലെങ്തും ബെർത്തും. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ട്വൈസ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ എക്സ് പ്ലസ് വൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്തും ബെർത്തും കിട്ടും. അപ്പൊ നോക്കാം അതിനെന്ത് ചെയ്യണം. ഈ 2വിൽ നിന്ന് 1 അങ്ങോട്ട് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ എക്സ് വൈ കുറച്ചാൽ 0 വരും. എക്സിൽ നിന്ന് നെഗറ്റീവ് എക്സ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആഡ് ചെയ്യാതെ എക്സ് മൈനസ് നെഗറ്റീവ് എക്സ് മൈനസ് മൈനസ് എക്സ് ദാറ്റ് ഈസ് 2x. പിന്നെ y മൈനസ് നെഗറ്റീവ് വൈ 2y എന്ന് പറഞ്ഞാൽ വൈയിൽ നിന്ന് നെഗറ്റീവ് വൈ സബ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വൈയോട് വൈ ആഡ് ചെയ്യുക. എക്സിൽ നിന്ന് നെഗറ്റീവ് എക്സ് സബ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആഡ് ചെയ്യുക. അപ്പൊ 2x പ്ലസ് 2y 1 നിന്ന് 1 കുറച്ചാൽ 0 ആണ്. 861 നിന്ന് 141 കുറച്ചാൽ 741 കുറച്ചാൽ 120. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x പ്ലസ് 2y 120 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് 120 അല്ലെ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ആണ്. ഇപ്പൊ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബെർത്ത്. അപ്പൊ 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. അതാണ് 120 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 120. അപ്പൊ സെക്കൻഡ് പാർട്ട് വൈ, ഫസ്റ്റ് പാർട്ട് ഏരിയ എക്സ് ഇൻറ്റു വൈ അത് 800 എന്ന് കിട്ടി. സെക്കൻഡ് പാർട്ട് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് 120 മീറ്റർ എന്ന് കിട്ടി. ഇനി തേർഡ് പാർട്ട് കൂടെ ഉണ്ട്. വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബെർത്ത് എന്ന് പറഞ്ഞാൽ എക്സും വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ നമുക്ക് എഴുതാൻ പറ്റും. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 120 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 120യുടെ ഹാഫ് ആണ്, അത് 60 ആണ്. ശരിയല്ലേ? അപ്പൊ എക്സ് പ്ലസ് വൈ അറിയാമെങ്കിൽ നമുക്ക് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാം. എങ്ങനെയാ? എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയറിൽ നിന്ന് 4xy സബ്ട്രാക്ട് ചെയ്യുന്നതാണ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ. നമ്മുടെ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ്. എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy. അതിൽ എക്സ് പ്ലസ് വൈ എന്താണെന്ന് അറിയാം, 60 ആണ്.
എക്സ് വൈ എന്താണെന്നറിയാം 800 ആണ്. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 60 സ്ക്വയർ മൈനസ് 4 into 800 ഈക്വൽ ടു, അതായത് 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3600 ആണ്, മൈനസ് 3200. ക്ലിയർ ആണല്ലോ? അതെന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ 400 എന്ന് കിട്ടും. എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ അത് കിട്ടിയത് മനസ്സിലായില്ലേ? എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയറിൽ നിന്ന് 4 ടൈംസ് ദി പ്രോഡക്റ്റ് എക്സ് വൈ കുറയ്ക്കുന്ന 4 ടൈംസ് എക്സ് വൈ കുറയ്ക്കുന്നതാണ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ 60 സ്ക്വയർ ആണ്. 4x എന്ന് പറഞ്ഞാൽ 4 into 800, എക്സ് എന്ന് പറഞ്ഞാൽ 800 ആണ്. അപ്പോൾ 4 into 800 അത് കുറച്ചു, 3600 മൈനസ് 3200 അതാണ് 400. അപ്പൊ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ 400 ആണ്. അപ്പൊ എക്സ് മൈനസ് വിൽ ബി ഇതിന്റെ സ്ക്വയർ റൂട്ട് 20. അപ്പൊ എക്സ് മൈനസ് വൈ കിട്ടി. കൂടാതെ എക്സ് പ്ലസ് വൈ നമുക്ക് അറിയാമായിരുന്നു, ഏതാണ്? 60. അപ്പൊ എക്സ് പ്ലസ് വൈ അറിയാം, എക്സ് മൈനസ് വൈ അറിയാമെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും അറിയാമെങ്കിൽ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് പറയുന്നത് രണ്ടും കൂടി കൂട്ടി പകുതി എടുത്താൽ മതി. അതായത് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി കൂട്ടുക, 60യും 20യും കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക, അതായത് 80/2, അതായത് 40. അപ്പൊ എക്സ് എന്ന് പറയുന്നത്, അതായത് ലെങ്ത് എന്ന് പറയുന്നത് 40 മീറ്റർ. അതുപോലെ വൈ കാണണമെങ്കിലോ എക്സ് പ്ലസ് വൈ നിന്ന് എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 60യിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക. ഹാഫ് ഓഫ് 60 മൈനസ് 20, അതായത് 40/22, ദാറ്റ് ഈസ് 20 മീറ്റർ. അപ്പോൾ ലെങ്ത് 40 മീറ്റർ, ബ്രെഡ്ത്ത് 20 മീറ്റർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ലെങ്ത് ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.